കളിയാട്ടം. അങ്ങനെ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതെ, 48 രാജ്യങ്ങളിൽ നിന്നും 8 രാജ്യങ്ങളിലേക്ക് ചുരുങ്ങിക്കൊണ്ട് ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതെ, ഫ്രാൻസ് മൊറോക്കോ, സ്പെയിൻ ബെൽജിയം, ഇംഗ്ലണ്ട് നോർവേ, അർജൻറ്റീന സ്വിറ്റ്സർലാൻഡ്, ഈ 8 രാജ്യങ്ങളാണ് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നത്. 6 യൂറോപ്യൻ രാജ്യങ്ങളും 1 ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ ആൻഡ് 1 ലാറ്റിൻ അമേരിക്കൻ രാജ്യം അർജൻറ്റീന. അങ്ങനെയാണ് 8 രാജ്യങ്ങൾ. ഈ കളിയെക്കുറിച്ച്, ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ കളിയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായൊന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് പരാഗ്വയെ 1-0 തോൽപ്പിച്ചാണ് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നത്. മൊറോക്കോ ആണെങ്കിൽ കാനഡയെ 3-0 തോൽപ്പിച്ച് ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വിശകലനത്തിൽ ഫ്രാൻസ് 2-1 ജയിക്കുമെന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണത്. എന്ന് വെച്ചാൽ ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര അതിഗംഭീരമാണ്. മുന്നേറ്റ നിര മീൻസ് മിഡ്ഫീൽഡ് ഗംഭീര കളിയാണ്. ഇതുവരെ കളിച്ചതിൽ അവർ ഗംഭീര കളിയാണ് മിഡ്ഫീൽഡ്. പിന്നെ ഫ്രാൻസിൻ്റെ ഗോളി 2 കളിയിൽ ക്ലീൻ ഷീറ്റാണ് നൽകിയിട്ടുള്ളത്, 1 ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. മൊറോക്കോ ആണെങ്കിൽ മൊറോക്കോയുടെ ഡിഫൻസ് ഹക്കീം, അവരെ ക്യാപ്റ്റൻ ഹക്കീമാണ് ഡിഫൻസ്. പിന്നെ സായിബറി ഇന്ന് കളിക്കുന്നില്ല, അതിന് റഹീമാണ് ഇന്നത്തെ സ്ട്രൈക്കറായിട്ട് ഇറങ്ങുന്നത്. രണ്ടാമത്തെ മത്സരം സ്പെയിൻ ബെൽജിയം മത്സരം. അതെ, സ്പെയിൻ ഓസ്ട്രിയയെ 3-0 തോൽപ്പിച്ചാണ് ക്വാർട്ടറിൽ കടന്നത്. ആൻഡ് ബെൽജിയം കരുത്തരായ USA തോൽപ്പിച്ചാണ് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നത്. ഇത് ഒരു വൺ സൈഡ് മാച്ച് ആവാനാണ് സാധ്യത. മൈ പ്രഡിക്ഷൻ സ്പെയിൻ 2-1 ജയിക്കാനാണ് സാധ്യത. ബിക്കോസ് സ്പെയിൻ ബെൽജിയത്തിനെക്കാട്ടിയും കുറച്ചുകൂടെ കളിയിൽ കുറച്ചുകൂടെ മികവ് പുലർത്തുന്നുണ്ട്. അതായത് 1 ഗോൾ പോലും ഈ വേൾഡ് കപ്പിൽ അവർ വഴങ്ങിയിട്ടില്ല. അതാണ് അവരെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. അവരെ ഗോൾ പോസ്റ്റിൽ 1 ഗോളും ഇതുവരെ ആരും അടിച്ചിട്ടില്ല. അത് ഏറ്റവും മികച്ച പ്ലസ് പോയിൻ്റാണ്. പിന്നെ അവരെ മധ്യനിര അതിശക്തമാണ്. സോ മൈ പ്രഡിക്ഷൻ 2-1 സ്പെയിൻ ജയിക്കുന്നതാണ്. ബെൽജിയവും സ്ട്രോങ് ടീമാണ്, ബട്ട് സ്പെയിനാണ് വിജയസാധ്യത കൂടുതൽ. മൂന്നാമത്തെ മത്സരം ഇംഗ്ലണ്ട് നോർവേ മത്സരം. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന മത്സരം. ഇംഗ്ലണ്ട് വേഴ്സ് നോർവേ. അതെ, എർലി ഹാളണ്ട്, ദ സ്റ്റാർ ഓഫ് ദി സ്ട്രൈക്കർ ഹാളണ്ട്. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ മധ്യനിര എലിയട്ട് ആൻഡേഴ്സൺ, ആന്റണി ഗോർഡൻ, ജൂഡ് ബെല്ലിഹാം ആൻഡ് സ്ട്രൈക്കർ ഹാരി കെയ്ൻ. ഇതൊരു ഏറ്റവും ബ്രില്യൻ്റ് മാച്ചായിരിക്കും. ഇത് മൈ ഒപ്പീനിയൻ ഈക്വൽ ചാൻസാണ്. ഒന്ന് ഇംഗ്ലണ്ട് 2-1 ജയിക്കും, അല്ലെങ്കിൽ നോർവേ 1-0 ജയിക്കും. ഇതാണ് എൻ്റെ മൈ ഒപ്പീനിയൻ. 50-50 ചാൻസാണ് രണ്ടുപേർക്കും. അതായത് ഇംഗ്ലണ്ട് മധ്യനിര സ്ട്രോങ് ആണ്. പിന്നെ നോർവേയും ബ്രസീലിനെ തോൽപ്പിച്ചാണ് നോർവേ വന്നത്. അപ്പോൾ ഹാളണ്ട് തൊട്ട് ബാക്കിലുണ്ട് ഗോൾ വേട്ടയിൽ എംബാപ്പയുടെ. സോ ഈക്വൽ ചാൻസാണ് രണ്ടുപേർക്കും. ദിസ് മൈ ഒപ്പീനിയൻ. അല്ലാത്തളി അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം ഈസ് വൺ സൈഡ് മാച്ച് ആവാനാണ് സാധ്യത. അർജന്റീന ജയിക്കും. എന്ന് വെച്ചാൽ അർജന്റീന കഴിഞ്ഞ കളി ഈജിപ്തിൻ്റെ കളി കാണുമ്പോൾ അറിയാം അർജന്റീനയ്ക്ക് ഒരു പോരാട്ട വീര്യമുണ്ട്. അത് മെസ്സി ഇപ്പോൾ ഇൻഡിപെൻഡൻ്റാണ് കളിക്കുന്നത്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് നേടി, അപ്പോൾ ഈ വേൾഡ് ഇനി ഒന്നും നേടാനില്ല. അതുകൊണ്ട് പുള്ളിക്ക് ഇൻഡിപെൻഡൻ്റ് ഗ്രൗണ്ടിൽ കളിക്കാം. സോ അത് അർജന്റീന കൂടെ കളിക്കുന്നവർക്കും അതൊരു എൻകറേജിങ് ആയിരിക്കും. സോ അർജന്റീന 2-1 ജയിക്കും എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. അപ്പോൾ ഈ 4 മത്സരം ഇങ്ങനെയാണ് മൈ പ്രൊഡിക്ഷൻ. ഫസ്റ്റ് കളി ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിക്കും 2-1. സെക്കൻഡ് മാച്ച് സ്പെയിൻ ബെൽജിയത്തും, അതും 2-1. തേർഡ് മാച്ച് ഇറ്റ്സ് എ ടഫസ്റ്റ് മാച്ച് ഇംഗ്ലണ്ട് നോർവേ. ഇതിലെങ്കിലും അത് ഈക്വലാണ് മൈ ഒപ്പീനിയൻ. ഇംഗ്ലണ്ട് 2-1 ജയിക്കാൻ സാധ്യതയുണ്ട്. സോ നോർവേ ആൾസോ 2-1 ജയിക്കാനാണ് സാധ്യത. അപ്പം ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൻ്റെ. നമുക്കപ്പം ഇന്നത്തെ ഫസ്റ്റ് മത്സരം ഫ്രാൻസ് മൊറോക്കോ മത്സരം
കഴിഞ്ഞിട്ട് ബാക്കി ആ കളിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ മാച്ചിന് ശേഷം നമുക്ക് അടുത്ത കളിയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ.